ഒത്തിരി പേര് ചോദിക്കാറുണ്ട് സാരി വിസയിലാണോ വന്നിട്ടുള്ളതെന്ന്. നമ്മുടെ ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ലേ ടോട്ടലി ഡിഫറെൻറ്റാണ്. ഒരാൾക്ക് ഒരു ബെസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ കണക്കെന്ന് വെച്ചാൽ ഹായ് ഓൾ. നിങ്ങൾ പലരും നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ബ്രോ എന്തുവാ ജോലി ചെയ്യുന്നത്, ലിയ ചാ എന്തുവാ ജോലി ചെയ്യുന്നത്, ലിയ എന്തുവാ ജോലി ചെയ്യുന്നത്, നിങ്ങൾ എത്ര നാളായി UK വന്നിട്ട്, എന്തൊക്കെ സെറ്റപ്പാണ് യൂസ് ചെയ്യുന്നു വീഡിയോ ചെയ്യാനായിട്ട്, നിങ്ങൾ എങ്ങനെ ടൈം കിട്ടുന്നത്, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. ഒരു 500 രൂപ ഗൂഗിൾ പേ ചെയ്യാവോ, അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചോദിച്ചാൽ നാട്ടിലെവിടെയാണ്, കറക്റ്റ് നാട്ടിലെവിടെയാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്ത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഒരു വ്ളോഗ് രീതിയിൽ ജസ്റ്റ് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമല്ലാതെ ഒരു വ്ളോഗ് രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ആൻസർ ചെയ്തുകൊണ്ട് ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ലിയ? ഒരു ചായ കുടിച്ചോണ്ട് നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. ചായ ലിയ? ശരിയാണ്, എനിക്ക് ചായയാണ് ഇഷ്ടം, ലിയക്ക് കാപ്പിയാണ് ഇഷ്ടം. അപ്പം ആ രീതിയിലായിക്കോട്ടെ. ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയുണ്ട്. നമുക്ക് കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചായ കുടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതിൻ്റെ കാട്ടിലും മുമ്പേ ഫസ്റ്റ് നമുക്ക് എൻ്റെ പപ്പേനെയും മമ്മീനെയും പരിചയപ്പെടാം. അവർ നാട്ടിൽ നിന്ന് വന്നാൽ ഏകദേശം 2 മാസമായി ഇവിടെ വന്ന് പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പപ്പയ്ക്കും മമ്മിക്കും എങ്ങനെയുണ്ട്, എന്തുമായിരുന്നു. പപ്പ ഒരു പട്ടാളക്കാരനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പപ്പ. എന്തുണ്ടോ അപ്പോൾ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷങ്ങളൊക്കെ, നല്ല തണുപ്പുണ്ട്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. തണുപ്പുണ്ടല്ലേ? പപ്പയ്ക്ക് തണുപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 3 or 4 ലെയർ ആയിട്ടുള്ള ഇതൊന്ന്, ഇതിൻ്റെ അകത്ത് തന്നെ വേറൊന്ന്, അതിൻ്റെ അകത്തൊന്ന് 3 ലെയർ ഇട്ട് കഴിഞ്ഞിട്ട് പപ്പയ്ക്ക് തണുപ്പായിട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ പപ്പ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? പട്ടാളത്തിലായിരുന്നോ? ഞാൻ പട്ടാളത്തിലായിരുന്നു. ഞാൻ പട്ടാളത്തിൽ EML ഇൻസ്ട്രുമെൻറ്റേഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ തണുപ്പല്ലല്ലോ ഇന്ന്, അന്നത്തെ പ്രായമല്ലല്ലോ ഇന്ന്. അന്നൊക്കെ ഐസ് വാരി കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച്, പ്രായം അനുസരിച്ച് അതൊന്നും പറ്റുന്ന അല്ല. അതുകൊണ്ട് തണുപ്പുണ്ട്, നല്ല തണുപ്പ്. ഇവിടുത്തെ രീതികളെല്ലാം നല്ലതാണ്, നല്ല അഡ്മിനിസ്ട്രേഷനും നല്ല രീതികളൊക്കെ, ഡിസിപ്ലിനും റൂൾസും എല്ലാം നല്ലതാണ്, എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു നല്ല പ്ലസ് പോയിന്റുകളാണ്. പക്ഷെ തണുപ്പാണ് ഒരു ചെറിയ പ്രശ്നം. അടുത്ത നമുക്കിപ്പോൾ ഇതൊക്കെ മമ്മിയിലോട്ട് കിടക്കാം. മമ്മി രാവിലെ എന്തോ മമ്മി പരിപാടി? ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം അമ്മയും മോളും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ബണ്ണ് ഉണ്ടാക്കി ചില്ലി സോസ് അല്ലേ? ചില്ലി സോസ് ഇടുക. ചില്ലി ഓയിൽ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. മമ്മിക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. നാട്ടിലെ ചൂടിൽ നിന്ന് ഇവിടെ തണുപ്പി വന്നപ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ടല്ലേ? ഓക്കെ. പക്ഷെ നല്ല പണിയല്ലേ, റെനറ്റിനെ നോക്കണം, റൈനിനെ നോക്കണം, നമ്മൾ ജോലിക്ക് പോകല്ലേ, അത് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ലിയൻ്റെ അടുക്കലോട്ട് പോവാം. ലിയ. ഹലോ. ഹായ് ലിയ, നിന്നോട് ചോദിക്കാനായിട്ടുള്ള കാര്യം, ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? 3 വർഷമായി. സെപ്റ്റംബർ 2021 വന്നതാ. ഓക്കെ. നീ ഇവിടെ നേഴ്സായിട്ടാണോ വന്നേ? അല്ല, കുറേ പേര് എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. നേഴ്സ് അല്ല, സ്റ്റുഡൻ്റ് ആയിട്ട് വന്നതാ. സെപ്റ്റംബർ 2021 ഇൻടേക്ക്. ഓക്കെ. അപ്പോൾ ഇപ്പം വർക്ക് ചെയ്യുന്ന എവിടെയാ? ഇപ്പം ലണ്ടൻ ആ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. നിന്റെ ഫീൽഡ് എന്തുവാ? കാറ്റസ്ട്രോഫിക് മോഡലർ എന്ന് പറയും. ഒരു ബിസിനസ് ഡേറ്റ അനലിസ്റ്റ് പോലത്തെ ഒരു ജോലിയാണ്. ഓക്കെ. ഇന്നലെയാ നിന്റെ കാപ്പി? താങ്ക് യു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ പുള്ളിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് റയൻ ജോസഫ് സുജോ. നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് മാനുഫാക്ചർഡ് ബൈ സുജോ മുൻജോസ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിയ PK. അപ്പം റയൻ മോന് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1 റിസപ്ഷനിലാണ്. റിസപ്ഷനിലല്ല, ഇയർ 1. ഇയർ 1 റിസപ്ഷൻ 1 തന്നെ ഉദ്ദേശിച്ചത്. ഇയർ 1 ക്ലാസ് 1 സർ. നാട്ടിലത്തെ 1ാം ക്ലാസ് ആണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ആ രീതിയിൽ. മോന് UK ഇഷ്ടമാണോ? പറ. റാം വാ തോരാതെ സംസാരിക്കും. വാ തോരാതെ എന്ന് വെച്ചാൽ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ നിർത്തത്തില്ല. ഓക്കെ. ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യം വഴക്ക് പറഞ്ഞു. ശരി, ഞാൻ 2 പ്രാവശ്യം വഴക്ക് പറഞ്ഞു. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വന്നു അങ്ങനെ. അപ്പം റായൻ്റെ സിസ്റ്ററിൻ്റെ പേരെന്തുവാ? Ranet. It's also a part of my name too. They also make R in the beginning of my name, like for Ranet too. അതന്നെ. അപ്പോൾ റെനറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലും R ഉണ്ട്, റായൻ്റെ സ്റ്റാർട്ടിങ്ങിലും R ഉണ്ടെന്നാണ് പറഞ്ഞത്.
ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റാണ് റെൻറ്റ്. പുള്ളിക്കാരിനെ ഞാൻ ഇപ്പോഴത്തേക്ക് ഹീറോയിനെ പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പം ലിയ, ഒരു കാര്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഒത്തിരി പേര് ചോദിക്കുന്നത്, ഇവിടെ വന്നിട്ടാണ് ഈ ജോലി കിട്ടി, അത് നിങ്ങൾക്ക് നേരത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഇവിടെ വന്നിട്ട് ഈ ജോലി കിട്ടിയത് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ജോലി കിട്ടി. പക്ഷേ എനിക്ക് നാട്ടിലൊരു 6 years എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, 6+ years എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ സെയിം ഫീൽഡ് കാറ്റസ്ട്രോഫിക് മോഡലറായിട്ട് ഒരു കമ്പനി കോൾഡ് ആസ് എക്സൽ കാറ്റ്ലിൻ എന്ന് പറയും, അവിടെ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ അലയൻസിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് ആദ്യം വേറൊരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത്. അത് ഒരു കോൺട്രാക്ട് ബേസ്ഡ് ഒരു ജോലിയായിരുന്നു കിട്ടിയത്. അത് ഒരുപാട് സെർച്ച് ചെയ്തു, ഈസിയേ അല്ല ഇവിടെ ജോലി കിട്ടാൻ. നാട്ടിലിപ്പോൾ പാടാണ്, ഇവിടെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമ്മുടെ ഒരു ഫീൽഡിൽ ജോലി കിട്ടാൻ. ഒരുപാട് അപ്ലൈ ചെയ്തു, ലൈക്ക് ഒരു ദിവസം ഒരു 20-25 കമ്പനീസ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് അങ്ങനെ. റയനെ ഞാൻ ഹോളിലോട്ട് വിട്ടു ഒന്ന് TV കാണിക്കാനായിട്ട്. ഓക്കെ, നീ 20-25 കമ്പനീസ് അവിടെ നിന്ന് പറഞ്ഞു. ഇങ്ങനെ പെർ ഡേ ഒരു 20-25 കമ്പനീസ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് എനിക്ക് ആ ഒരു നാട്ടിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സെയിം ഫീൽഡിലൊരു ജോലി കിട്ടിയത്. അതും ലൈക്ക് നമ്മളൊരു ടെക്നിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് അതിന് ആ ജോലിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് തന്നെ വേണമായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയതാണ്. ഞാൻ സെയിം സംഭവം തന്നെ എൻ്റെ കാര്യത്തിൽ പറയാം. ഓക്കെ, ഞാൻ ഇതേ രീതി തന്നെ ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് ഞാൻ ജോൺസൺ ജോൺസണിൽ വർക്ക് ചെയ്തു. എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയിരുന്നു. ജോൺസൺ ജോൺസണിൽ വർക്ക് ചെയ്ത് ഒരു 4 years ഞാൻ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം വേറൊരു പുറത്തോട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തു. മൊസാംബിക്കിൽ സെയിൽസ് മാനേജറായിട്ട് ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ലോഞ്ചിങ്ങിന് വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 വർഷം ഞാൻ മൊസാംബിക്കിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വ്ളോഗിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3-4 വർഷമായി വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് നിങ്ങൾ നോർമലായിട്ട് വീഡിയോസ് കണ്ടു തുടങ്ങിയത്. ആരും കാണത്തില്ല, ഞാൻ തന്നെ എൻ്റെ വീഡിയോസ് 100 പ്രാവശ്യം ഇരുന്ന് കാണും. അതുപോട്ട് അപ്പോൾ അവിടെ നിന്നായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അവിടെ നിന്ന് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് 6-7 years എക്സ്പീരിയൻസ് ഉണ്ട്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്, പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും എല്ലാം ഹാൻഡിൽ ചെയ്ത് കേരളത്തിൽ ഞാൻ ഫ്രം നോർത്ത് ടു സൗത്ത് അക്രോസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗുഡ് ലാംഗ്വേജ് ഉണ്ട് എനിക്ക്. ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, തമിഴ് അറിയാം, മലയാളം അറിയാം, കന്നഡ അറിയാം, പിന്നെ ഇച്ചിരി പോർച്ചുഗീസും അറിയാം. സോ ഇത്രയും ലാംഗ്വേജും ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ എങ്കിൽ ഇൻ്റർവ്യൂവിന് പോലും ഒരു കോൾ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ റെസ്യൂമിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് ഞാൻ പല ടൈപ്പിൽ പല രീതിയിൽ റെസ്യൂംസ് ഉണ്ടാക്കി എല്ലാം ചെയ്തു. എനിക്ക് ഇതുവരെ കിട്ടിയില്ല, എൻ്റെ ഫീൽഡിൽ ജോലി കിട്ടിയിട്ടില്ല. സോ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ബ്രോ ലൈക്ക് UK വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമോ, നമ്മുടെ ഫീൽഡിൽ ജോലി കിട്ടുമോ, ഇതാന്ന് പറഞ്ഞ്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയും നോ എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ ഞാൻ യെസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ലിയയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ ഫീൽഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലിയയ്ക്ക് കിട്ടി. നമുക്ക് നമ്മുടെ സ്കിൽസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം. എന്താ പറയുക, ലാംഗ്വേജസ് ലൈക്ക് SQL, Python, R അങ്ങനത്തെ ഇതിലൊക്കെ നന്നായിട്ട്. പിന്നെ എനിക്ക് ബേസിക്കലി നാട്ടിലൊരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട്, ഇതേ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഇൻ്റർവ്യൂ ഭയങ്കര പാടാണ്. എനിക്ക് അറൗണ്ട് 5 rounds ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, പാനൽ ഇൻ്റർവ്യൂവിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ലിയ ഏകദേശം 2 മാസത്തോളം ഒരു ജോലിയില്ലാതെ വീട്ടിലിരുന്നു. ജോലിയില്ലാന്ന് വെച്ചാൽ ലിയ അപ്പം തന്നെ പറഞ്ഞു ഞാൻ വേറെ ജോലിക്ക് പോയിക്കോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ എൻ്റെ ഫീൽഡ് സാക്രിഫൈസ് ചെയ്തെങ്കിൽ നീ നിൻ്റെ ഫീൽഡിൽ കറക്റ്റായിട്ട് നീ പോവുക. നിനക്കും കിട്ടുന്നില്ല എനിക്കും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. 2 months ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ ഏൺ ചെയ്യാം. പക്ഷെ ഒരാൾക്കുടെ സാലറിയിൽ ഇവിടെ സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു നീ നിൻ്റെ ഫീൽഡിൻ്റെ ജോലി നോക്കുക. അങ്ങനെ 2 months ഞാൻ ഡെയിലി കുറേ ജോബ്സിന് അപ്ലൈ ചെയ്തു. 1 month കഴിഞ്ഞിട്ട് ഡെയിലി എനിക്ക് ഇൻ്റർവ്യൂസ് കോൾസ് ഒരുപാട് വന്നേ. സ്റ്റാർട്ടിങ്ങിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂ കോൾസേ വരത്തില്ലായിരുന്നു. 1 മാസം ഇങ്ങനെ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇൻ്റർവ്യൂ കോൾസ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം 2-3 ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇൻ്റർവ്യൂസ്, ഭയങ്കര പാടായിരുന്നു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ. പിന്നെ ഫൈനലി എനിക്ക് എൻ്റെ ഫീൽഡിൽ തന്നെ ഒരു നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലി കിട്ടി. അതന്നെ കിട്ടി. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഇതിലാണ് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് വർക്കറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ നേഴ്സല്ല. പിന്നെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് സാരി വിസയിലാണോ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് നീ സാരി വിസയിലല്ല ഇവിടെ വന്നിട്ടുള്ളത്. ഈ കമൻറ്റൊക്കെ ഒത്തിരി വരാറുണ്ട്. കമൻറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒത്തിരി വല്ലാത്ത കമൻറ്റ്സൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ ചില 1-2 വീഡിയോസ് ഞാൻ അടുപ്പിച്ച് ഇങ്ങനത്തെ കമൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ചോറുണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കമൻറ്റ്സ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നീ സാരി വിസയിലല്ല വന്നിട്ടുള്ളത്, പിന്നെ നിനക്ക് പോയി ഉണ്ടാക്കിയാൽ എന്താ, ഉണ്ടാക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ
സാരി വിസ വരുന്നതിലൊരു തെറ്റുമില്ല. ഞാനത് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഒന്നുമല്ല എടുക്കുന്നത്. സോ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടിരിക്കുമ്പം ഓക്കെ നിൻ്റെ വിസയോ എൻ്റെ വിസയോ എങ്ങനെയെങ്കിലും ലൈക്ക് വി ആർ ടുഗെദർ എന്നുള്ള രീതിയിലത്തെ ഒരു കോൺസെപ്റ്റല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ നിൻ്റെ വിസ എൻ്റെ രൂപ നിൻ്റെ രൂപ ആ രീതിയല്ലല്ലോ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അല്ല, ഇവിടെ വന്നപ്പം ഞാൻ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ഇപ്പം ലിയ ഡിപ്പെൻഡൻ്റ് ആണ്. എനിക്കാണ് സ്പോൺസർഷിപ്പ് കിട്ടിയത്. അപ്പോൾ ഇവിടെ വന്നപ്പം ഞാനായിരുന്നു ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നത്, ലിയ സ്റ്റുഡൻ്റായിട്ട് വന്നുകൊണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം ഉണ്ട്. പിന്നെ വേറെ എന്തോ ലിയ ചോദിക്കാറുള്ളത്? നാട്ടിലെവിടെയാ? യെസ്, നാട്ടിൽ ഞാൻ തിരുവല്ലയാണ്, പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നാണ് ഞാൻ ബേസിക്കലി ഒറിജിൻ. ലിയ എവിടെയാടി? വയനാട് മീനങ്ങാടി. അപ്പോൾ ഇത്രയും വലിയ ഡിസ്റ്റൻസ് പോയി പേരൻസിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഓർത്ത് നമ്മൾ കോളേജിൽ തന്നെ വെച്ച് പരിചയപ്പെട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ടായിരുന്നു നമ്മൾ. അങ്ങനെ അത് മുമ്പിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തു. ഏകദേശം 2009 തുടങ്ങിയതല്ലേ നമ്മുടെ റിലേഷൻ? 2009 തുടങ്ങിയതാ? അല്ല സോറി 2000 എനിക്ക് ഡേറ്റ് മാറിപ്പോ 9-10 ആടി അല്ലേ? കറക്റ്റാണ്, എൻ്റെ ഡേറ്റ് തെറ്റാണെന്ന്. 2009 തുടങ്ങിയതാണ്. ഇപ്പം 2024 ആയി. 24 എത്രയാണെന്ന് വെച്ചാൽ അത്രയും വർഷമായി റിലേഷൻ തുടങ്ങിയിട്ട്. അപ്പം ആ സമയം മുതലുള്ള ഇതാണ്. പിന്നെ ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഈ UK വന്നു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടോ, അവിടുത്തെ എങ്ങനെയാണ് ജോലി എന്തെങ്കിലും സെറ്റാക്കാൻ പറ്റുമോ എന്നുള്ളത്. ഫസ്റ്റ് ഒന്ന് ജോലി ഞാൻ തന്നെ ഏതോ രീതിയിൽ എങ്ങനെയോ കയറി സ്പോൺസർഷിപ്പ് ഒപ്പിച്ചതാണ്. അല്ലാതെ എനിക്ക് ജസ്റ്റ് ഓക്കെ ഫൈൻ വന്ന് അപ്പം എടുത്ത് ആരും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ സ്ട്രഗിളാണ്. UK വന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഈസിയും കാര്യങ്ങളല്ല. ശരിയാണ്, ഇന്ത്യയിലും സ്ട്രഗിൾ ഉണ്ട്. പക്ഷേ ഒത്തിരി സ്ട്രഗിൾസ് ഇവിടെ വന്നു കഴിഞ്ഞാലും ഉണ്ട്. ബേസിക് ആയിട്ടുള്ള എന്താ പറയുന്നത്, ലൈക്ക് ഡേ ടു ഡേ ലിവിങ് ഭയങ്കര ടഫാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് മീറ്റ് ചെയ്യുന്നത് തീരെ കുറവായിരിക്കും. സ്പെഷ്യലി കുട്ടികളുണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ ഭയങ്കര ഇന്ത്യയിലെ പോലെ സപ്പോർട്ടിന് ആരും ഉണ്ടാവില്ല. അപ്പം നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. അപ്പോൾ ഷിഫ്റ്റ് റൊട്ടേഷൻ വൈസ് ആയിരിക്കും ഷിഫ്റ്റ്. ഇപ്പം വർക്ക് ചെയ്യണ ദിവസം ഞാൻ വർക്ക് ഫ്രം ഹോം ആയിരിക്കും. പിന്നെ അങ്ങനെ വൈസ് വേഴ്സ. വർക്ക് ഫ്രം ഹോം ഞാൻ വർക്ക് ഫ്രം ചെയ്യുന്ന ദിവസം ലിയ വർക്ക് ഫ്രം ഹോമോ അല്ലെങ്കിൽ ഓഫ് ആയിരിക്കും. അതുപോലെ തന്നെ ലിയ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ ഓഫ് എടുത്ത് പിള്ളേരെ നോക്കും. അങ്ങനെ ചെറിയ ചെറിയ സ്ട്രഗിൾസ്, എല്ലാവർക്കും ഉള്ള സ്ട്രഗിൾസ് തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കമൻസ് വരാറുണ്ട്. അപ്പം മലയാളത്തിലും ഇംഗ്ലീഷിലും ചിലത് തമിഴിലും ഒക്കെ വരുന്നുണ്ട്. അപ്പം നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചത് ബാംഗ്ലൂരിൽ, കാൺപൂർ, റാഞ്ചി അങ്ങനെ പല സ്ഥലത്താണ്. ലിയ പഠിച്ചത് ബാംഗ്ലൂരിലാണ് പഠിച്ചത്. നാട്ടിൽ പഠിച്ചിട്ടുണ്ടോ നീ? നാട്ടിൽ പഠിച്ചിട്ടില്ല. ഞാൻ നാട്ടിൽ പഠിച്ചിട്ടേ ഇല്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രണ്ടുപേരും പപ്പാമാർ പട്ടാളത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ പപ്പയും പട്ടാളത്തിലായിരുന്നു, ലിയയുടെ പപ്പയും പട്ടാളത്തിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ പഠിച്ചിട്ടേ ഇല്ല. അപ്പം ഒത്തിരി കമൻസ് വരുമ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതല്ല, നമ്മളത് കോപ്പി ചെയ്ത് ഗൂഗിളിൽ പോയി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് മീനിങ് മനസ്സിലാകത്തില്ല. പിന്നെ ചിലപ്പോൾ നമുക്ക് ഒത്തിരി എണ്ണം സ്ക്രീൻഷോട്ട് എടുത്ത് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും, ഒന്ന് വായിച്ചു തരാമെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ചെറുതായിട്ട് യൂസ് ചെയ്ത് ആരോടെങ്കിലുമൊക്കെ ചോദിക്കാം, ഒന്ന് വായിച്ചാൽ എന്നൊക്കെ ചോദിക്കും. അപ്പം നാട്ടിൽ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എന്താ പറയുന്നത് ആ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത്രയും ലാംഗ്വേജ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത്രയും ലാംഗ്വേജ് സംസാരിക്കും, പക്ഷേങ്കിൽ എഴുതാനും വായിക്കാനും അറിയത്തില്ല. ഇല്ലിറ്ററേറ്റ് ആണ് മലയാളത്തിൽ. സോ ഒത്തിരി സോറി. ചില മലയാളത്തിൻ്റെ കമൻസിനൊക്കെ ഞാൻ ചിലപ്പം നല്ലതായിരിക്കും, ചിലപ്പം നല്ലതായിരിക്കും, ഇഗ്നോർ ചെയ്യാറുണ്ട്. കോപ്പി ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ മീനിങ് ഒന്നും ചെയ്യാറുണ്ട്. പക്ഷേ ചിലത് മിസ്സായി പോവും. ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള മീനിങ് കിട്ടാത്തതൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ പോവും. നമ്മള് മലയാളീസ്, പക്ഷെ നമ്മള് ജനിച്ചത് ആസാമിലാണ്. ഞാൻ ജനിച്ചത് ആസാമിലാണ്. എന്നെ കണ്ട ഒരു ആസാമി ലുക്കും അല്ലെങ്കിൽ ബംഗാളി ലുക്കെ ഉണ്ടെന്നൊക്കെ ഒത്തിരി കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബംഗാളി ലുക്കല്ല, ആസാമി ലുക്കാണ്. നീ വയനാട്ടിൽ തന്നെയാണ് ജനിച്ചത്? വയനാട്ടിൽ ജനിച്ചത് ഇച്ചിരി മാസം 2-3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പോയി, പഞ്ചാബിൽ പോയി, പിന്നെ വെസ്റ്റ് ബംഗാളിലായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചിട്ടില്ല. കറക്റ്റായിട്ട് പറഞ്ഞു ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് മലയാളം വായിക്കാൻ അറിയാൻ വയ്യാത്ത. സോ റിയലി സോറി. ഏതെങ്കിലും കമൻറ്റ്സ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതല്ല, കാണാറുണ്ട്. മിക്കവാറും വരുന്ന കമൻറ്റ്സും കാര്യങ്ങളെല്ലാം കാണാറുണ്ട്. പക്ഷേ പറ്റിപ്പോവല്ലേ അത്. പിന്നെ മേജറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമ്മൾ വീഡിയോയിലൊക്കെ ലിയ അതെടുക്കുക, ലിയ ഇതെടുക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ആ രീതിയിലല്ല, അത് നീ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഞാനിങ്ങനെ ബോസി അല്ല. ബോസി ഒന്നുമല്ല, ജസ്റ്റ് നമ്മൾ മിക്കതും നമ്മളിങ്ങനെ നമ്മളിങ്ങനെ
മിക്കവാറും വീഡിയോസ് നമ്മൾ സ്ക്രിപ്റ്റ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു ഈ ഒരു വീഡിയോ ശരി പ്ലാൻ ചെയ്ത് ഇത് ഇങ്ങനെ പറഞ്ഞു ക്യാമറ വെച്ചു ഷൂട്ട് ചെയ്തു. പിന്നെ ആക്ച്വലി ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. റിയൽ ലൈഫിൽ ലിയ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ സംസാരിക്കാറില്ല. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ ശരിക്കും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അതന്നെ ഇപ്പം ചാനോട് എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് പറയാനായിട്ടൊന്നും അറിയത്തില്ല. വീഡിയോസിലൊരു 80% ഞാൻ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ലിയ കുറവാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കാണുന്ന ഒരു 30% ഉണ്ടല്ലോ വീഡിയോൻ്റെ അത്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ആ വീഡിയോൻ്റെ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഡ്യൂറേഷനിലൊരു ടോക്കേ ഉള്ളൂ മേജറായിട്ട് സംസാരിക്കുന്നത്. ബാക്കി ഭയങ്കര ലൈറ്റായിട്ട് സംസാരിക്കുന്നത്. മറ്റേ എൻ്റെ ഫ്രണ്ട്സ് കൊളീഗ്സ് എല്ലാവരും പറയും ലൈക്ക് ആ വീഡിയോ കാണുന്ന ആളും പിന്നെ നേരിട്ട് അറിയണ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഞാൻ ഭയങ്കര സൈലൻ്റ് ആണ്. വീട്ടിൽ തന്നെ നമ്മുടെ ക്യാരക്ടർ നേരെ ഓപ്പോസിറ്റ് ആവും എല്ലാ കാര്യത്തിലും. ഫുഡാണെങ്കിലും സ്വഭാവമാണെങ്കിലും ഡ്രസ്സിങ് എല്ലാം. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഞാനാണ്. ഈ അല്ല സ്പെൻഡ് ചെയ്യുന്ന മേക്കപ്പ് ഐറ്റംസോ ബ്യൂട്ടി ഐറ്റംസോ അതിലൊന്നും അങ്ങനെ വലുതായിട്ട് സ്പെൻഡ് ചെയ്യാറില്ല. ഞാൻ മേക്കപ്പ് ഐറ്റംസ് സ്പെൻഡ് ചെയ്യണമെന്നില്ല. ഞാൻ ഷൂവോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാണുമ്പോൾ അത് മേടിക്കണമെന്നോ അങ്ങനത്തെ ആഗ്രഹവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്, ട്രാവലിങ്ങിനൊക്കെ പോകുന്ന നേരത്തെ ലിയനെ എന്താ കൊണ്ടുപോകാത്ത, ലിയനെയും കൂടെ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ. ഫസ്റ്റ് ഓഫ് ഓൾ ലിയക്ക് ഇൻട്രസ്റ്റ് ഇല്ല ട്രാവൽ ചെയ്യാനായിട്ട്. ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഉണ്ടോ? അത്ര ഒരുപാട് അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ചായക്ക്. ലിയയുടെ ട്രാവൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടെ റിലാക്സ് ചെയ്ത് അവിടെ ഇങ്ങനെ ജസ്റ്റ് പീസ് ആയിട്ടിരിക്കണം. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ക്യാരക്ടർ. ചായക്ക് ഒരു സ്ഥലത്ത് ട്രിപ്പിന് പോവുകയാണെങ്കിൽ ഒരു 2 days പോവുകയാണെങ്കിൽ അവിടെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ പോയി ഓടിപ്പോയി കാണും. പക്ഷേ എനിക്കെന്ന് പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ റിലാക്സ് ചെയ്യാൻ പോകും. ലൈക്ക് ആ ഒരു ഹോട്ടൽ സ്റ്റേ അവിടെ അടുത്തുള്ളൊരു സ്ഥലം കണ്ട് റിലാക്സ്ഡ് പതുക്കെ നേച്ചർ എൻജോയ് ചെയ്ത് റിലാക്സ്ഡ്. ഞാൻ നേരെ തിരിച്ചാണ്. എനിക്കൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ ഇന്ന സ്ഥലമുണ്ട്, ഇതൊക്കെ കവർ ചെയ്യണം, ഇന്ന സമയത്ത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ പോകണം. അതിന് ചിലപ്പോൾ എൻ്റെ സ്ലീപ്പ് കറക്റ്റ് ആയിരിക്കത്തില്ല. ഞാൻ ചിലപ്പോൾ രാത്രി വെളുപ്പിന് 4 മണിക്ക് എണീക്കും, ചിലപ്പോൾ രാത്രി 12 മണിക്ക് ഉറങ്ങിയിട്ട് 2 മണിക്ക് എണീറ്റ് ചില സ്ഥലത്ത് 2 മണിക്ക് പോയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു അതിശോക്തിയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ 2 മണിക്ക് ഇന്ന് രാവിലെ 5 മണിക്കാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ. ഇന്ന് രാവിലെ ഞാൻ ഇപ്പോൾ വന്ന് 5:30 വീട്ടിലെത്തി കഴിഞ്ഞപ്പം ഇന്നലെ ക്രിസ്മസ് പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്ക് പോയി ഒരു ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞു. ചായ ഇവിടെ സൗത്ത് ആംപ്ടണിൽ പോകണം, 30 കിലോമീറ്റർ. അവിടെ പോയി ഒരു ചായ കുടിച്ച് എല്ലാവരോടും സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 5 മണിയായി. ഒരു 8 മണിയായപ്പോഴത്തേക്ക് എണീറ്റു വ്ളോഗും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ടോട്ടലി ഡിഫറെൻറ്റാണ്. അതുകൊണ്ടാണ് ലിയനെ എൻ്റെ ട്രാവൽ വീഡിയോസിൽ കുറവ് കാണുന്നത്. ഞാനൊരു ഷെങ്കൻ വിസ എടുക്കാൻ പറഞ്ഞിട്ട് ലിയയുടെ പുറകെ നടന്നു. ഇപ്പോൾ 3-4 മാസമായി. ഞാൻ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പോവാം, ജസ്റ്റ് പേരൻസുള്ള സമയത്ത്. ഒരു തവണ എടുത്തായിരുന്നു ആ സമയത്ത് ലിയ പ്രഗ്നൻ്റ് ആയി, അപ്പോൾ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ സമയത്ത് അവിടെ പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ മുമ്പിലോട്ട് ആവുമല്ലാതെ ലിയ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ബാഴ്സലോണ ട്രിപ്പിൽ ലിയ ഇല്ലാഞ്ഞത്. മിക്ക ട്രിപ്പ് എനിക്കെന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ ഫാമിലി എനിക്ക് കൂടുതൽ കിഡ്സായിട്ട് വീട്ടിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്കത് ഇഷ്ടമാണ്, ഇല്ലാന്നില്ല. എനിക്ക് ബാക്കിയുള്ള സ്ഥലം കാണണമെന്നുമുണ്ട്, അതുകൊണ്ടാവും. പിന്നെ മേജറായിട്ട് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയയുടെ ഹെയർ കെയർ ടിപ്സ്, റുട്ടീന്, എന്തുവാ ചെയ്യുന്നത്, ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ഏത് ഷാമ്പുവാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ചോദിച്ചുകൊണ്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫസ്റ്റ് തിങ് നമ്മൾ ഹെയർ കെയറിനെ കുറിച്ച് ഒരു ബേസിക് ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയനെ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോയിൽ സംസാരിപ്പിച്ചെടുക്കാനായിട്ട് എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. ഒരു 30 സെക്കൻഡ്സിൻ്റെ ക്ലിപ്പൊക്കെ ആണെങ്കിലൊക്കെ ഫൈൻ, എങ്ങനെയെങ്കിലും പെട്ടെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ലോങ് ടേം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാനായിട്ട് ഭയങ്കര പാടാണ്. ലീഗ് കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല എന്നല്ല, വേർഡ്സ് വരത്തില്ല അല്ലേ? വേർഡ്സ് വരത്തില്ല, ഭയങ്കര ഷൈയാ, ക്യാമറ ഷൈ എന്ന് പറയത്തില്ല, ആ സംഭവമാണ്. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും, അപ്പം അത് പറ്റത്തില്ല. നമ്മുടെ ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ലേ ടോട്ടലി ഡിഫറെൻറ്റാണ്. ഒരാൾക്ക് ഒരു ബെസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ കണക്കെന്ന് വെച്ചാൽ ഭയങ്കര വീക്കാണ്. 10-4 വെച്ച് കൂട്ടാനായിട്ട് 10, 11, 12, 13, 14 ഞാൻ അങ്ങനെ ആയിരിക്കും കൂട്ടുന്നത്. ലിയ ആ കാര്യത്തിലൊക്കെ ടക്ക് ഞാൻ ആൻസർ പറയും. അപ്പോൾ ഹെയർ കെയർ റുട്ടീനെ കുറിച്ച് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഹെയർ കെയർ റുട്ടീനെ കുറിച്ച് അറിയണമെങ്കിൽ ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു കുഴപ്പമില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വിളിച്ചാൽ മതി, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പക്ഷേ എങ്കിൽ ലിയനെ കുറിച്ചാണെങ്കിൽ ഹെയർ കെയറിനെ കുറിച്ച് മേജറായിട്ട് വലുതായിട്ടൊന്നും ടേക്ക് കെയർ ചെയ്യത്തില്ല. വീക്കിലി എത്ര പ്രാവശ്യം കഴിയും? 2 അല്ലെങ്കിൽ 3 ടൈംസ് മാക്സ്. 2 അല്ലെങ്കിൽ 3 ടൈംസ് കഴിയും. പക്ഷേ എങ്കിൽ ലിയ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് വാഷ് ചെയ്യാത്ത നമ്മൾ ഡ്രൈ ആവാൻ ഒരുപാട് സമയം എടുക്കും. എൻ്റെ മുടി തിക്നെസ് ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വാഷ് ചെയ്യാത്തത്. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട്
നമ്മളിങ്ങനെ നനഞ്ഞ മുടിയിൽ ഉറങ്ങുവാണെങ്കിൽ നമുക്ക് ജലദോഷവും ഇതൊക്കെ പിടിക്കാൻ ചാൻസസ് ഉണ്ട്. അല്ലാതെ കുളിക്കാതിരിക്കുന്നല്ലേ. ഡെയിലി കുളിക്കാറുണ്ട് മുടി കഴുകണ കാര്യം. സോ പിന്നെ ലിയ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ലിയയുടെ വീട്ടിൽ നിന്ന് തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. ഇൻ കേസ് 1-2 പേർക്ക് എന്തെങ്കിലും വേണമെങ്കിലുള്ളത് ഞാൻ പറയുവാണെങ്കിൽ ഞാൻ കൊറിയർ ചെയ്യിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. വീട്ടിൽ തന്നെ വീട്ടിൽ നിന്ന് തന്നെയുള്ള ഒന്നും ചേർക്കാത്ത പ്യൂർ ജനിച്ചപ്പോൾ തൊട്ട് അതേ ഉള്ളൂ ആ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടോട്ടാണെങ്കിൽ നമ്മൾ 1 ലിറ്റർ 2 ലിറ്റർ ആരെങ്കിലും വരുമ്പം പറഞ്ഞു കൊണ്ടുവിടുവോ അങ്ങനെ നമ്മൾ ഓയിൽ യൂസ് ചെയ്യും. ഞാൻ അങ്ങനെ വലുതായിട്ട് ഓയിലും കാര്യങ്ങളും യൂസ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഒരു ഷാമ്പൂ ഇട്ട് കഴുകി ആ രീതിയിലാണ്. അപ്പോൾ ലിയ ഇതിൽ നിന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ആ രീതി മസാജ് ചെയ്ത് ഇങ്ങനെ പെതുക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അതൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെന്താ ലിയ മേജറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു മേജറായിട്ട്. ഇതൊക്കെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി. കമൻറ്റ് പറഞ്ഞു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച 2-3 ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ എത്ര പിള്ളേരുണ്ട്? 2 പിള്ളേരുണ്ട്. ഒന്ന് റെൻറ്റ്. അയ്യോ റെൻറ്റ് ഞാൻ കാണിച്ചില്ലല്ലോ, എടുത്തിട്ട് വാ. അപ്പം എത്ര പിള്ളേരുണ്ടെന്ന് ചോദിച്ചു. 2 പിള്ളേരുണ്ട്. നേഴ്സാണെന്ന് ചോദിച്ചു. നേഴ്സല്ല, ബിസിനസ് അനലിസ്റ്റാണ്, കാറ്റസ്ട്രോഫിക് അനലിസ്റ്റാണ് സംഭവമാണ്. ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ സപ്പോർട്ട് വർക്കറായിട്ടാണ്. ആൻഡ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. 7 years എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അതും ദാറ്റ് ഇൻ ഗുഡ് കമ്പനീസ്. ഇന്ത്യയിൽ ജോൺസൺ. ഇവിടെ വന്ന് അത് കഴിഞ്ഞ് മൊസാംബിക്കിൽ ഒരു കമ്പനിയിലുണ്ടായിരുന്നു, പ്രോഡക്റ്റ് ലോഞ്ചും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടായിരുന്നു. പക്ഷേ 3 വർഷമായി. രാവിലെ തന്നെ മച്ചാൻ എത്തിയിട്ടുണ്ട്. ഇതാണ് റെനെറ്റ് സൂസൻ സുജോ. ചിരിച്ചേ. നാണം വന്നു ഇങ്ങോട്ട്. ഭയങ്കര നാണം കേട്ടോ. ചിരിച്ചേ. അയ്യോ ഇങ്ങോട്ടോ, കയ്യിലോട്ടോ. മോന്റെ പേര് റയൻ ജോസഫ് സുജോ. ജോസഫ് വന്നിട്ട് ചാൻ്റെ പപ്പേൻ്റെ പേരാണ്. മോളുടെ പേര് റെനെറ്റ് സൂസൻ സുജോ. സൂസൻ വന്നിട്ട് ചാൻ്റെ മമ്മീൻ്റെ പേര്. നമ്മൾ വീഡിയോസിൽ പിള്ളേരെ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആ ഒരു രീതി വേണ്ട, അവരാകുമ്പോൾ അവരുടെ രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ. എന്തോ അവർ വലുതാകുമ്പോൾ അവരുടെ രീതിയിൽ വീഡിയോസും കാര്യങ്ങളും ചെയ്തോട്ടെ. ഇല്ലെങ്കിൽ നാളെ ചിലപ്പോൾ പറയും അയ്യോ ഇങ്ങനത്തെ ക്രിഞ്ച് വീഡിയോസിലൊക്കെ ആയിരുന്നു എന്നെ ഇൻക്ലൂഡ് ചെയ്തതെന്നൊക്കെ വലുതാകുമ്പോൾ പറയത്തില്ലേ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയും പിന്നെ പിള്ളേർ കൂടുതൽ എക്സ്പോസ് ചെയ്യണ്ടെന്ന് ഓർത്തിട്ട് വലുതാകുമ്പോൾ ഓക്കെ ആയിക്കോട്ടെ, ജസ്റ്റ് ഇപ്പം ചെയ്യട്ടെ ആ രീതിയിലാണ്. റായൻ ഇപ്പം ക്യാമറ ഒക്കെ പിടിച്ച് ഏതാണ്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. സെൽഫി ഏതാണ്ടൊക്കെ ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടൊക്കെ നടപ്പുണ്ട്. ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. റെനറ്റാണെങ്കിൽ അതിനുള്ളതായിട്ടില്ല, അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. സോ ദിസ് ഇസ് അവർ ഫാമിലി, സ്മോൾ ക്യൂട്ട് ഫാമിലി. പപ്പയ്ക്കും മമ്മിക്കും ഇവിടെ വന്നിട്ട് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. മമ്മിക്ക് കുഴപ്പമില്ല, പപ്പയ്ക്ക് അങ്ങോട്ട് തണുപ്പ്. നാട്ടിലൊക്കെ ആണെന്ന് വെച്ചാൽ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് 10 പേരോട് സംസാരിക്കാനായിട്ടും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ആ ഒരു മിസ്സിങ് ഉണ്ട് ഇവിടെ. ക്ലൈമറ്റ് എപ്പോഴും മൂടിയായിട്ടുള്ള ക്ലൈമറ്റ്. പറഞ്ഞപ്പോൾ നല്ല വെയിൽ. ഇന്നത്തെ വിചാരിച്ച് നിങ്ങൾ ഇത് ചെയ്യണ്ട. പിന്നെ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മനുഷ്യരെ ഹെൽപ്പ് ഈച്ച് അതർ എന്ന ഗ്രൂപ്പിൻ്റെ പേര് തന്നെ. അപ്പം അതിൻ്റെ അകത്തുനിന്ന് നമ്പർ എടുത്ത് ഒത്തിരി പേര് എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് അയക്കുന്നുണ്ട്. ബ്രോ ഒരു 500 രൂപ ഗൂഗിൾ പേ ചെയ്യാമോ എന്നൊക്കെ. ബ്രോ നേര് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ റെവന്യൂസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും ഏതെങ്കിലും കൊളാബറേഷൻ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വരുന്നത് അത് നമ്മൾ ഒത്തിരി കൊളാബറേഷൻസ് എടുക്കാറില്ല. ജെന്യൂൻ ആയിട്ടുള്ളത് മാത്രമേ ജെന്യൂൻ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നിച്ചു. എനിക്ക് കുറേ ഹെയർ കെയറിൻ്റെ കൊളാബറേഷൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ ഒരു ഇത് നമ്മൾ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ കൊളാബറേഷൻ ഒന്നും അങ്ങനെ എടുക്കാറില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ഓരോ മാസം മുട്ടിക്കുന്ന ഭയങ്കര കഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ. നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഞാൻ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, ബ്രോ ഒത്തിരി ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഒത്തിരി രൂപ ഉണ്ടാകുന്നില്ല, നമുക്കൊരു 500 രൂപ ഗൂഗിൾ പേ ചെയ്താൽ എന്താ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. അതന്നെ. അപ്പം അങ്ങനെയൊക്കെ ഇത് ചോദിക്കാം, അതൊക്കെ ബോറല്ലേ. പിന്നെ ഗ്രൂപ്പിലാണെങ്കിലും ഞാൻ ആ ഒരു റീസണും കൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ UK പുറത്താണെങ്കിലും ഇപ്പം ഒത്തിരി പേര് ബ്രോ ജോലി തരുമോ. ഞാൻ കൺസൾട്ടൻസി ആയിട്ടല്ല റൺ ചെയ്യുന്നത്, ഇറ്റ്സ് നോട്ട് എ കൺസൾട്ടൻസി. അവിടെ വെച്ചേരെ കേട്ടോ, ഇല്ലെങ്കിൽ ഈ മൈക്കിൽ ഒത്തിരി സൗണ്ട് വരും. മതി ചിരിച്ചത് മതി. ഓക്കെ. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ബ്രോ കൺസൾട്ടൻസി ആയിട്ടാണോ, ജോബ് തരാമോ എന്നൊക്കെയുള്ള രീതിയിൽ പേ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് രൂപ വേണ്ട, പേയ്മെൻറ്റ് വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ജോബ് തരാനായിട്ടുള്ള ഒരു ലെവലിലല്ല ഞാനുള്ളത്.
സോ അത് നടക്കത്തില്ല. പിന്നെ സ്പോൺസർഷിപ്പിൻ്റെ കുറിച്ചൊക്കെ ഉള്ളതാണെങ്കിൽ സോ ഗ്രൂപ്പിൽ നിങ്ങൾ ആ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ അതിനെക്കുറിച്ച് അറിയാവുന്ന ആ ഫീൽഡിലുള്ളവർ, എൻ്റെ നോളേജ് എന്ന് വെച്ചാൽ ലിമിറ്റഡ് ആയിട്ടുള്ള നോളേജ് ആയിരിക്കും. എനിക്ക് ചിലപ്പോൾ ഇത്രയും കാര്യം അറിയത്തുള്ളൂ, പക്ഷേ എങ്കിൽ ഏകദേശം ഒരു 10 പേരെടുക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അറിയും. സോ ആ ഒരു നോളേജ് കളക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന രീതിയിൽ ആ ഗ്രൂപ്പ് ചെയ്ത് അത് ഒത്തിരി പേര് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പാക്കി. ഞാൻ ചെറിയ സ്മോൾ സ്കെയിൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അങ്ങനെ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് നോട്ട് ദറ്റ് ബാഡ്, ലൈക്ക് ഇറ്റ്സ് വർക്കിംഗ് ഔട്ട്. ഒത്തിരി പേർക്ക് ഹെൽപ്പും കിട്ടുന്നുണ്ട്, പ്രൈവറ്റായിട്ട് മെസ്സേജസ് വരുന്നുണ്ട്, അവർക്ക് ഞാൻ പ്രൈവറ്റായിട്ട് റിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഒത്തിരി പേർക്ക് ഹെൽപ്പും കിട്ടുന്നുണ്ട്, ഒത്തിരി പേർക്ക് കിട്ടുന്നുമില്ല. ഒത്തിരി പേര് പിന്നെ ചോദിക്കാതെ ജസ്റ്റ് ഗ്രൂപ്പ് വരുന്നതൊക്കെ നോക്കി ഇങ്ങനെ വിടുന്നവരും ഉണ്ട്. ആ കാര്യം ആ ഗ്രൂപ്പിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെന്താ, അത്രേ ഉള്ളൂ. മേജറായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നമ്മളിവിടെ ബോൺമൗത്തിലാണ്. നമ്മൾ UK ബോൺമൗത്ത് എന്ന് പറയുന്ന സൗത്ത് സൈഡായിട്ട് വരും. ഇവിടെയാണ് നമ്മുടെ ഫേവറേറ്റ് തിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേക്ക് വീട്ടിൽ നിൻ്റെ ഫേവറേറ്റ് എന്താ നീ തന്നെ പറഞ്ഞു? എനിക്ക് വീട്ടിൽ ഫാമിലിയായി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് നേരിട്ട് പറഞ്ഞാൽ ട്രാവലിംഗ് ആണ് ഇഷ്ടം. ട്രാവലിംഗ്, പുറത്ത് പോകുന്നത്, അങ്ങനെ എനിക്ക് ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ എനിക്ക് ട്രാവലിംഗ് ആണ് ഇഷ്ടം. ഇതിന് മുമ്പ് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു 3-3.5 വർഷത്തോളം ഞാനത് ചെയ്തായിരുന്നു. വ്ളോഗിങ് ആയിരുന്നു. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഞാൻ ആഫ്രിക്കയിലായിരുന്നു. അപ്പോൾ ആഫ്രിക്കയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും അതൊക്കെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു വ്ളോഗ് ചാനലായിരുന്നു. ഇപ്പോഴും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, മപ്പുട്ടോ മല്ലു എന്നാ, ഇല്ലെങ്കിൽ US SMJ എന്ന് പറഞ്ഞാൽ ഞാൻ പേര് റീസെൻ്റ്ലി മാറ്റിയായിരുന്നു. US SMJ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ചാനലുണ്ട്. ഇതൊക്കെ തന്നെ നമ്മളെക്കുറിച്ച് മേജറായിട്ടുള്ളത്. അപ്പം ഇപ്പോഴത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് തരുന്നുണ്ട് നമുക്ക്, യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ ഒത്തിരി സപ്പോർട്ടും കാര്യങ്ങളും തരുന്നുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ടിക്ടോക്ക് തുടങ്ങി. ടിക്ടോക്കിലാണെങ്കിലും ഒത്തിരി കമൻസും കാര്യങ്ങളും സപ്പോർട്ട് തരുന്നുണ്ട്. ഒത്തിരി മലയാളത്തിലാണ് വരുന്നത്, അതുകൊണ്ട് ഒത്തിരി റിപ്ലൈ ചെയ്യാത്ത ഒത്തിരി സപ്പോർട്ട്സ് തരുന്നുണ്ട്. അതുകൊണ്ട് താങ്ക്സ് എ ലോട്ട്, താങ്ക് യു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. എനിക്കൊരു സിസ്റ്ററാവുള്ള മിജോമോൾ ജോസ്, അളിൻ്റെ പേര് രാഹുൽ കെ ജോസ്. എനിക്കൊരു ബ്രദറാവുള്ള ലിജോ, പിന്നെ വൈഫിൻ്റെ പേര് എബീസ്. ഞങ്ങൾ ഷെറിൻ എന്നാണ് വിളിക്കുന്നത്. ഷെറിൻ വിൽസൺ. വിൽസൺ ആണ്. അവർക്കൊരു കുഞ്ഞുണ്ട്, എനിക്ക് പേര് കിട്ടത്തില്ല, സോറി. ലിജോ. ഞാൻ മനസ്സിലെപ്പോഴും ഹേസൽനട്ട് എന്ന് പറഞ്ഞു പറഞ്ഞാലും ഞാൻ എൻ്റെ വായിന്ന് ഹേസൽനട്ട് എന്നേ വരത്തുള്ളായിരുന്നു. സോ ഹേസൽ ഈവ ലിജോ. അപ്പം ഇതാണ് നമ്മുടെ, പിന്നെ പപ്പയും മമ്മിയുണ്ട്. വയനാട്ടിലാണ് 2 പപ്പയും മമ്മിയും. പപ്പ എക്സ് സർവീസ് മാൻ ആയിരുന്നു, പഴയ പട്ടാളം. റിട്ടയർഡായി ഫുൾ ടൈം കൃഷിയായിട്ട്. പപ്പയ്ക്ക് ഭയങ്കര കൃഷിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മമ്മിക്ക് ഒരു ബുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പം മമ്മി ഇപ്പം സെറ്റിൽ കോവിഡ് ടൈമിൽ ക്ലോസ് ചെയ്ത് ഇപ്പം നാട്ടിലായിരുന്നു. ഈയിടെ മമ്മിക്ക് വയ്യാനായിട്ടായിരുന്നു ലാസ്റ്റ് ടൈം നാട്ടിൽ പോയത്. സോ ഇതൊക്കെ ഉള്ളൂ. ചെറിയ ഫാമിലി, ഒരുപാട് സിബ്ലിങ്സ് ഇല്ല. ചായക്ക് ഒരു സിസ്റ്റർ, എനിക്കൊരു ബ്രദർ, അത്രത്തെ കാര്യം കഴിഞ്ഞു. സോ അപ്പം വേറെ എന്തെങ്കിലും ഡൗട്ട്സും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. So, thank you for watching. Mr. and Mrs. Cha. Okay, once again. Okay. So, thank you for watching. Mr. and Mrs. Cha. Okay, so 1, 2, 3, start. So, thank you for watching. Mr. and Mrs. Cha. ചാന്നല്ല കേട്ടോ, സുജോമോൻ ജോസ് എന്നാണ് പേര്. ഒത്തിരി പേര് ശരിയാ, ആ കാര്യം പറഞ്ഞില്ല. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഒത്തിരി പേര് ചാ എന്നെ വിളിക്കുന്നുണ്ട്. ചാ എന്നല്ല എൻ്റെ പേര് സുജോമോൻ ജോസ് എന്നാണ്. എൻ്റെ പേര് ലിയ പേരിൽ കുരുവള. അതന്നെ. ഓക്കെ, പിന്നെ എനിക്കറിയാം വീഡിയോസിൽ കൂടുതൽ ചാ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് എൻ്റെ പേരില്ലാത്തതുകൊണ്ടാണ് മനുഷ്യർക്ക് പേര് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പാട്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഓർമ്മ നിൽക്കത്തില്ല, അതെനിക്കറിയാം. ബട്ട് പുറത്ത് ഒക്കെ കണ്ട് നമ്മളോട് ഹായ് ജസ്റ്റ് ഹായ് ഒക്കെ കാണിക്കുന്ന ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി താങ്ക് യു. ഒത്തിരി സന്തോഷമുണ്ട്. അതന്നെ, ഒത്തിരി സന്തോഷമുണ്ട്. ഒരു എന്താ പറയുന്നത്, ഒരു ചെറിയൊരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നത് ചിലരുണ്ട്, ബ്രോ കണ്ടായിരുന്നു പക്ഷേ വന്ന് സംസാരിക്കാൻ തോന്നിച്ചില്ല, മെസ്സേജ് ഇട്ടു എന്നൊക്കെ പറയും. സോ അതിനാണെങ്കിലും ഒത്തിരി താങ്ക് യു അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ. വേറെ എന്തോ ഒരു കാര്യം കൂടി പറയണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു, മറന്നുപോയി. കുഴപ്പമില്ല, ഓർമ്മ വരുമ്പോൾ പറയാം. ഓർമ്മ വരുമ്പോൾ ഞാൻ ഏതെങ്കിലും റീൽസ് വഴി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങ് വിട്ടേക്കാം. ഓക്കെ, അപ്പം സോ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. മതി മതി. ഇനി കൂടുതലേക്ക് പറയാം.